रहमान डेकॉइट की मौत के बाद कौन बनेगा लयारी का बादशाह कौन बनेगाടാ എന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ദുരന്തർ 2 का ട്രെയിലർ ആ ഗയാ ഗൈസ് ആ ഗയാ ആൻഡ് വാട്ട് എ ഫ്രീക്കിംഗ് ട്രെയിലർ ഈ സിനിമയുടെ ആദ്യത്തെ ഭാഗം തന്നെ വന്നിട്ട് അത് റിലീസ് ചെയ്ത് 1400 കോടി രൂപ കളക്ട് ചെയ്ത് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് ഓൾറെഡി ഓൺ കാർഡ്സ് വിച്ച് ഇസ് ഗോണ റിലീസ് ഓൺ മാർച്ച് 19th മാർച്ച് 18ന് ഇതിന്റെ പ്രീമിയർ ഷോസ് ആരംഭിക്കുന്നു വാട്ട് എ വിഷൻ ബൈ ആദിത്യ ധർ ആൻഡ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സായ രണ്ട് പേര് ലോകേഷ് ധർ ആൻഡ് ജ്യോതി ദേശ്പാണ്ഡെ how do you guys pull this off guys Geo Studios and എന്താ പടമായിരുന്നു ദുരന്തർ ഇറ്റ്സ് എ പ്രോപ്പഗാൻഡ ഫിലിം എന്ത് വേണമെങ്കിൽ വിളിച്ചോ അതൊക്കെ ഉള്ളതായിരിക്കാം ഇല്ലാത്തതായിരിക്കാം അതുള്ളത് തന്നെയാണ് ടു ബി വെരി ഓണസ്റ്റ് പക്ഷേ എന്നാൽ പോലും the creativity, the mastercraft, the film that it has produced in 3 hours and 30 minutes, what an engaging film. If we go deep into the politics, നമ്മൾ അതിനെപ്പറ്റി കുറേ ചർച്ച ചെയ്യേണ്ടി വരും പക്ഷേ ആസ് എ ഫിലിം ഇറ്റ്സ് എൻ്റർടൈനിങ് ആൻഡ് ഇറ്റ്സ് വർത്ത് ദ മണി ദാറ്റ് വി സ്പെൻഡ് ആൻഡ് ദുരന്തർ 2ലേക്ക് വരുമ്പോഴേക്കും അതേ രീതിയിൽ വിത്തൗട്ട് റിവീലിംഗ് എനി പ്ലോട്ട് ഞാൻ ആ ദുരന്തർ 2ൻ്റെ ട്രെയിലർ 4 വട്ടം കണ്ടിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് എനിക്കിതിൻ്റെ പ്ലോട്ടിനെ പറ്റി ഒരു ചുക്കും മനസ്സിലായിട്ടില്ല ഒന്നും റിവീൽ ചെയ്യാതെ ആദിത്യ ധർ ഹാസ് ഗിവൺ us a great trailer സൂപ്പർബ് ട്രെയിലർ ആ ട്രെയിലർ എന്തുമാത്രം വെറുതെ അതിൻ്റെ ഡ്യൂറേഷൻ 3 മിനിറ്റ് 26 സെക്കൻഡാണ് ജസ്റ്റ് ലൈക്ക് ദ ഫിലിം 3 മണിക്കൂർ 30 മിനിറ്റ് എങ്ങനെയാണോ ഇങ്ങനെ പോയത് അതുപോലെ ഈ ട്രെയിലർ 4 വട്ടം കണ്ടിട്ടും ഐ നെവർ ഫെൽറ്റ് എ ലാഗ് അറ്റ് എനി പോയിന്റ് വെട്ട് കുത്ത് വെട്ട് ചോര ബ്ലഡ് ഷെഡ് രൺവീറിൻ്റെ അഴിഞ്ഞാട്ടം ഇതൊക്കെ തന്നെയാണ് നിൽക്കുന്നത് ആൻഡ് സഞ്ജു ബാബ ഹാസ് ഗിവൺ എ നൈസ് ഗ്ലിംസ് ദാറ്റ് ഹീ ഈസ് ഗോണ സ്പാർക്ക് ഇൻ ദിസ് ഫിലിം എന്നുള്ളതാണ് ദുരന്തർ എന്ന സിനിമ അക്ഷയ് ഖന്ന തൂക്കിയെടുത്തുകൊണ്ട് പോയെങ്കിൽ ഇവിടെ വി ആർ ഗോണ സീ രൺവീർ സിംഗിൻ്റെ അഴിഞ്ഞാട്ടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഐ ഹോപ്പ് ദാറ്റ് വർക്ക്സ് ഔട്ട് ഇനി സഞ്ജു ബാബ വന്ന് കളിച്ച് രൺവീറിനെ ഇതിൽ നിന്നും തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന അറിയത്തില്ല ബട്ട് ഫസ്റ്റ് പാർട്ട് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് അക്ഷയ് ഖന്ന ഇറ്റ്സ് ഓൾ അബൌട്ട് അക്ഷയ് ഖന്ന അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല റഹ്മാൻ ഡെക്കോയിറ്റ് എന്നൊക്കെ കഥാപാത്രമായിട്ട് അക്ഷയ് ഖന്ന നിറഞ്ഞാട് സ്ക്രീൻ പ്രസൻസ് രൺവീർ സിംഗ് ഒപ്പം ഉണ്ടായിട്ട് പോലും രൺവീറിനെയൊക്കെ തൂഫാൻ അടിച്ചാക്കി വെച്ചേക്കുന്ന രീതിയിലാണ് പോയത് ആൻഡ് ഉറപ്പായിട്ടും ദുരന്തർ 2 കാണുന്നതിന് മുമ്പ് ലോകേഷൊക്കെ ഇടുന്ന പോസ്റ്റ് പോലെ പ്ലീസ് വാച്ച് ദുരന്തർ ബിഫോർ എൻട്രിങ് ഇൻ ടു ദ യൂണിവേഴ്സ് ഓഫ് ദുരന്തർ 2 എന്നൊക്കെ പറയുന്ന പോലെ കണ്ടിട്ടുണ്ടാവും പലരും ഉറപ്പായിട്ടും ആൻഡ് ദുരന്തർ ഇസ് കമ്മിങ് എനിക്ക് ചിരി തോന്നിയത് ഡാഡീസ് ഹോം ഡാഡീസ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ഡാഡിയൊക്കെ വീടിൻ്റെ മുറ്റത്ത് പോലും ഇറങ്ങാതെ ബാക്ക് സൈഡിൽ കൂടെ ഓടിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു മാർച്ച് 19 ക്ലാഷ് യാരിക്കിട്ടെ ദുരന്തർക്കിട്ടെയാ എന്ന് പറഞ്ഞിട്ട് ഗീതു മോഹൻദാസും യാഷും കൂടെ ബാക്ക് സൈഡിൽ കൂടെ ഓടി അവസാനം ജൂൺ 4 എന്ന് പറയുന്ന ഒരു റിലീസ് തീയതിയൊക്കെ വെച്ചു അവർ തലയെ കൊണ്ട് വയ്ക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമൊക്കെയാണ് ഇതൊക്കെയാണോ എന്തോ എന്തായാലും ആ ക്ലാഷൊക്കെ വരുന്നു ബട്ട് എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടം തോന്നിയത് വിജയ് ബാബുവിൻ്റെ പ്രതികരണമാണ് ആട് 3 മാർച്ച് 19 തിയേറ്ററുകളിലെത്താണ് പിന്നെ ആട് 3ക്കുള്ള ഫാൻ ബേസ് കേരളത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലീഗാണ് ദുരന്തർ എന്ന് പറയുന്നത് ഒരു വേറെ ലീഗാണ് ഞാൻ പറയുന്നത് 2 ഗാങ്സ്റ്റർ പടങ്ങൾ വരുന്നതിനേക്കാളും ഒരു ഷാജി പാപ്പാനും അപ്പുറത്തൊരു ദുരന്തരം വന്നു കഴിഞ്ഞിട്ട് വരെ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുമല്ലോ ഉറപ്പായിട്ടും കാണാൻ പോകും ഞാൻ ഇപ്പോൾ 18-ാം തീയതി പ്രീമിയർ ഷോസ് ബുക്ക്ഡാണ് വൈകിട്ട് 19-ാം തീയതി മോർണിംഗ് ആട് 2 അപ്പം അത് ക്ലിയറായി ഇനി ഞാൻ 19-ാം തീയതി ഏത് പടം കാണണമെന്ന് വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇല്ല 18-ാം തീയതി പ്രീമിയർ ഷോസ് ദുരന്തർ വെച്ചിട്ടുണ്ട് ആൻഡ് അതറിയാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ബുക്ക് ദ ടിക്കറ്റ്സ് പ്രീമിയർ ഷോസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിനി ട്രെയിലറിലേക്ക് കടക്കുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് ട്രെയിലറിലൊക്കെ പോകുന്നതിന് മുമ്പ് ഏകദേശം ഒരു 6 സിനിമകളാണ് മാർച്ച് 19 റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഓടിയത് ആൻഡ് ഇറ്റ്സ് വർത്ത് ഇറ്റ് ഞാൻ ഒരിക്കലും ക്ലാഷ് റിലീസ് വെക്കി രൺവീറിനെതിരെ വെക്കി ദുരന്തറിനെതിരെ വെക്കിയെന്ന് ഞാൻ പറയത്തില്ല ഇപ്പം ഞാനാണ് ആ പ്രൊഡ്യൂസർ എങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഓടിയേനെ ഞാൻ ഈ ഡാഡീസ് ഹോം ഡാഡി ഓടിയതുപോലെ ഞാൻ ഓടിയേനെ ടോക്സിക് ഓടിയതുപോലെ ഞാൻ ഓടിയേനെ എന്നിട്ട് വേറെ തർക്കമൊന്നുമില്ല എന്നിട്ട് ഇറാൻ്റെ ഇസ്രായേലിൻ്റെയും തലയെ കൊണ്ട് വെച്ചേനെ ഉറപ്പായിട്ടും വെച്ചേനെ പക്ഷേ ഭയമാണ് ഒരു നിർമ്മാതാവിന് ഇത്രയും വലിയ പൈസയും മുടക്കി ഉറപ്പായിട്ടും അത് വെക്കുമ്പോഴേക്കും അത് ഭയമാണ് അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല യു നീഡ് എ സോളോ റിലീസ് ഫോർ സച്ച് എ ഫിലിം ആൻഡ് ദുരന്തർ 2 പോലൊരു സിനിമയ്ക്ക് എത്രയോ നാൾക്ക് മുമ്പേ അവർ മാർച്ച് 19 റിലീസ് ഡേറ്റ് വെച്ചിട്ട് അത് കണ്ടിട്ട് ടോക്സിക് റിലീസ് ഡേറ്റ് വെച്ചിട്ട് അത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ടോക്സിക് തന്നെ ഓടിപ്പോകണമെങ്കിൽ നിങ്ങൾ ആലോചിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡേറ്റ് വയ്ക്കാൻ വേണ്ടി ബട്ട് എന്തായാലും അതിന് സ്വാഭാവികമായിട്ട് റിലീസ് ഡേറ്റ് മാറ്റുമ്പോൾ ഓഡിയൻസിലുള്ള വിശ്വാസം കുറയും
സ്വാഭാവികമാണ്. അത് നിങ്ങൾക്ക് ക്ലാഷ് റിലീസിന് ഭയമാണോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഉറപ്പായിട്ടും കുറയും. അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. ആൻഡ് എനിക്കിതിനകത്ത് ഭയങ്കര രസകരമായിട്ട് തോന്നിയതിൻ്റെ കോമൻറ്റ് സെക്ഷൻസ് ആണ്. കോമൻറ്റ് സെക്ഷൻസ് കാണണം. ഓർ പാരൻസ് ജനറേഷൻ ഹാഡ് ഷോലെ, അവർ ജനറേഷൻ ഹാവ് ദുരന്തർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ടോക്സിക് വേഴ്സസ് ദുരന്തർ എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. ദിസ് മൂവി ഡിസേർവ്സ് നാഷണൽ അവാർഡ് ഡിസേർവ്സ് ദിസ് മൂവി എന്ന് പറയുന്നുള്ള കമൻറ്റ് സെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഒന്നാമത്തെ കാര്യം ഇറ്റ്സ് അബൌട്ട് റിവെഞ്ച്. ആ റിവെഞ്ച് എങ്ങനെയായിരിക്കും അവർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്? ആദിത്യ ധർ എന്ന് പറയുന്ന സംവിധായകൻ്റെ കഴിവിന്മേൽ ഒരു തരത്തിലും വിശ്വാസക്കുറവ് വെക്കേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് ഹിസ് പ്രൂവ്ഡ് ഇറ്റ് ബിഫോർ. ഉറിയൊക്കെ കൊണ്ടുവന്ന് നമ്മളെ വൺ ഓഫ് ദ ബെസ്റ്റ് വാർ ഫിലിംസ് ഉറിയാണ്. ഒരു തർക്കമില്ലാതെ പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഉറി കാണണം. ഞാൻ പറയുന്നത് ഒരു 9-10 വർഷം മുമ്പ് ഉറി ചെയ്ത് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ആ സിനിമ കണ്ടു നോക്കും. യു വിൽ ഗെറ്റ് എ ഫ്രഷ് ഫീൽ. ആ ഫ്രഷ് ഫീൽ നൽകുന്ന സംവിധായകൻ ആയ ആദിത്യ ധർ ഇപ്പോൾ ദുരന്തർ പോലൊരു സിനിമ എടുത്ത് വെച്ചിട്ട് അത് നിങ്ങൾ വീണ്ടും ഇരുന്ന് കണ്ടു നോക്കും. ദുരന്തരൊക്കെ ഇപ്പോഴും നമുക്ക് അതേ ഫീൽ കിട്ടും. അഡ്രിനാലിൻ മൊമെന്റ്സ്, റഷസ് എല്ലാം ഉണ്ടാകുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ദുരന്തർ 2 വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും എഴുതി തള്ളിയ ചിത്രം കൂടിയാണ് ദുരന്തർ. ഡിസംബർ 5 2025 ഈ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ ഈ പടം വന്നിട്ടും കാര്യമൊന്നുമില്ല, 2025 ഡൺ ആൻഡ് ടസ്റ്റഡ് എന്ന് പറയുന്നിടത്താണ് അവസാന മാസത്തിൽ വന്നിട്ട് 25 ദിവസം കൊണ്ട് ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് വരെ സ്വന്തമാക്കി. അപ്പം ഞാൻ പറയുന്നത് അവസാന മാസത്തിൽ കൊണ്ടുവന്നിട്ട് ഇത് ഉണ്ടാക്കിയ റെക്കോർഡ് ഇതിപ്പോൾ മാർച്ച് 19 റിലീസ് ചെയ്യാൻ പോവാണ്. ആൻഡ് ദ കൺവിക്ഷൻ ദറ്റ് ദേ ഹാഡ്. ഈ ഫസ്റ്റ് പാർട്ട് ജൈജാൻറ്റിക് ഹിറ്റാണ്. നമുക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒരുമിച്ച് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഒരുമിച്ച് ഷൂട്ട് ചെയ്തിട്ട് വേറെ ഫസ്റ്റ് പാർട്ട് ഹിറ്റ് ആവാൻ പോവുകയാണ്. നമുക്ക് പാർട്ട് 2ഉം അതനുസരിച്ച് ആരാധകർ വെയിറ്റിംഗ് ആവും. അപ്പോൾ നമുക്ക് നിരാശപ്പെടുത്താൻ പറ്റില്ല. 2 പാർട്ട് ഒരുമിച്ച് എടുക്കാമെന്ന് പറയാൻ ദിസ് ഹാസ് എ റൺ ടൈം ഓഫ് അറൌണ്ട് 4 hours. പാർട്ട് 1ന് 3 മണിക്കൂർ 30 മിനിറ്റാണ് ഡ്യൂറേഷൻ എങ്കിൽ ഇവിടെ ഇത് 4 മണിക്കൂർ വരാൻ പോവാണ്. ആൻഡ് ദുരന്തർ ഫാൻസ് ആർ ലൈക്ക് 4 മണിക്കൂർ പോരാ, ഇവിടെ ഓരോ സിനിമകൾക്ക് 2 മണിക്കൂർ തന്നെ ഭയങ്കര ഡ്യൂറേഷൻ ആണെന്ന് പറയുന്നത് എടുത്ത് യു സീ എ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഹു സേ ദാറ്റ് 4 മണിക്കൂറൊന്നും അയ്യോ പോരാ, നമുക്കൊരു 4.5 മണിക്കൂർ 5 വേണമെന്ന് പറയുന്ന ആളുകളാണ് നിൽക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഫിലിം ഡസ്, സിനിമ ഡസ്. ഒരു ഉണ്ടാക്കുന്ന ചേഞ്ച്, മാറ്റങ്ങളോളം എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു പ്രൊവൈഡ് എ ഗുഡ് പ്രോഡക്റ്റ്, ഓഡിയൻസ് ആർ റെഡി ടു സ്പെൻഡ് ദെയർ ടൈം ആൻഡ് മണി ഫോർ ഇറ്റ് എന്നത് വീണ്ടും തെളിയിക്കുന്ന ഒരു സിനിമയും കൂടിയായിട്ടാണ് ദുരന്തർ മാറുന്നത്. ആൻഡ് ഇത് ഉണ്ടാക്കുന്ന ഫ്രെയിംസ് ആൻഡ് ട്രെയിലറിൽ മുഴുവൻ രൺവീറാണ്. ട്രെയിലറിൽ അപ്പാടെ രൺവീറാണ്. പക്ഷേ അത് കണ്ണും പൂട്ടി എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എനിക്ക് ദുരന്തറിൻ്റെ ട്രെയിലർ ഓർമ്മയുണ്ട്. അക്ഷയ് ഖന്നയൊക്കെ നിങ്ങൾ കുറച്ചേ കാണിച്ചിരുന്നുള്ളൂ. ബട്ട് സിനിമ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയത് അക്ഷയ് ഖന്നയാണ്. ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നിൽക്കാൻ പോകുന്നത്. ഇതിൻ്റെ ട്രെയിലർ ഉണ്ടാക്കാൻ പോകുന്ന എന്താ പറയുക വ്യൂവർഷിപ്സ്, ലൈക്ക് കണക്കുകൾ അല്ലെങ്കിൽ യൂട്യൂബ് കണക്കുകളൊക്കെ സ്വാഭാവികമായിട്ട് അതനുസരിച്ച് കൂടും. കമൻസ് ജസ്റ്റ് ഒന്ന് 2-3 കൂടെ വായിക്കാം. ഓൾ കൺട്രീസ് ദോസ് ഹു ബാൻഡ് ദുരന്തർ ആർ നൗ ഇൻ വാർ, പീക്ക് ഡീറ്റെയിലിംഗ് ബൈ ആദിത്യ ധർ എന്ന് പറയുന്നൊരു സാധനം വയ്ക്കുന്നുണ്ട്. ദുരന്തർ പിക്സ് ദ ബെസ്റ്റ് ഓൾ പഞ്ചാബി സോങ്സ് ആൻഡ് റിവൈവ്സ് ദം. അത് വലിയൊരു പോയിന്റായിട്ട് എനിക്ക് തോന്നി. ദുരന്തർ കണ്ടപ്പോൾ നമുക്ക് ഈ റെട്രോ സോങ്സ് പ്ലേസ് ചെയ്ത് ആദിത്യ ധറിനെ കണ്ടു. ദുരന്തർ 2 ഐ എക്സ്പെക്ട് ദ സെയിം, അതേ സാധനം ഉണ്ടാകും. ഫിയർ ഇസ് റിയൽ വെൻ യു റിയലൈസ് 10 മൂവീസ് വെർ പോസ്റ്റ്പോൺഡ് എന്ന് പറയുന്നൊരു കമൻറ്റ് ഞാൻ പറഞ്ഞില്ല. 6 പടങ്ങളാണ് എൻ്റെ കണക്കിലുണ്ടായിരുന്നത്, ഇവിടെ 10 പടങ്ങളെന്നാണ് ഇട്ടേക്കുന്നത്. ആൻഡ് ഓരോ ഫ്രെയിംസിനെ വെച്ച് ടൈം സ്റ്റാമ്പ് ചെയ്തുകൊണ്ടുള്ള ആളുകളുടെ കോമൻറ്റ് സെക്ഷനും വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ. എന്തായാലും ഡാഡീസ് ഹോം, ഡാഡി എവിടെ, ഡാഡിയുടെ പൊടി പോലും ഇല്ല, ഡാഡിയൊക്കെ ഓടി. ഏത് ഡാഡിയൊക്കെ ഓടി എന്ന് പറയുന്ന പോലെ. ബട്ട് എന്താ പറയുക, വിഷമമുണ്ട് ഈ ആഷിൻ്റെ കാര്യം ഓർക്കുമ്പോൾ. സ്പെൻഡിങ് 3 years ഓഫ് ഹിസ് പ്രൈം ടൈം ഫോർ ദിസ് ഫിലിം, റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് മാറ്റപ്പെടുക. നിങ്ങളൊരു പ്രൈം സ്റ്റാർ ഒരു റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ഓഡിയൻസിൻ്റെ ഇടയിൽ ബ്രേക്ക് ആയാൽ അത് റീഗെയിൻ ചെയ്യാൻ വലിയ പാടാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഏറ്റവും റീജിയണൽ ആയിട്ടൊരു സിനിമ പറയാം, തുടരും പോലൊരു സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റി വെച്ചപ്പോൾ തരുൺ മൂർത്തിക്ക് കേൾക്കേണ്ടി വന്ന തെറി, ലാലേട്ടന് കേൾക്കേണ്ടി വന്ന തെറി ചെറുതൊന്നുമല്ല. അത് മാറ്റി വെച്ചത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസക്കുറവ് ആളുകൾക്കുണ്ടായിരുന്നെന്ന് കരുതിയിട്ടാണ്. അത് മാറ്റി പറയണമെങ്കിൽ തുടരും പോലെ ഒരു സിനിമയുടെ സ്റ്റഫ് അതിനകത്ത് വേണമായിരുന്നു. ഞാൻ പറയുന്നത് ഇഫ് KBN പ്രൊഡക്ഷൻസ്, ഗീതു മോഹൻദാസ്, യാഷ് 3 പേർക്കും തിരികെ വരണമെങ്കിൽ ഈ സിനിമയുടെ സ്റ്റഫ് അത്രമാത്രമായിരിക്കണം. അതായത് ഡാഡീസ് ഹോം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ റിലീസ് ഡേറ്റ് മാറ്റി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചിരിയേ വരുള്ളൂ. അത് അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. എന്ത് റീസൺ ആയിക്കോട്ടെ.
എന്ത് റീസൺ ആയിക്കോട്ടെ, അതൊരു സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ആ ഒരു അവസ്ഥ. എന്തായാലും അതിൻ്റെ അവസ്ഥയിൽ നിന്ന് ദുരന്തർ 2 ട്രെയിലർ വരുമ്പോഴേക്കും പീക്ക് ലെവൽ ഒരു ട്രെയിലർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദ റിലീസ് ഡേറ്റ് ഇസ് ഓൺ മാർച്ച് 19th. മാർച്ച് 18-ന് ഇതിൻ്റെ പ്രീമിയർ ഷോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടും. പിന്നെ എന്ത് GCC ഏത് GCC നമ്മൾ കിട്ടണ സ്ഥലത്ത് നമ്മൾ റെക്കോർഡ് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ആദ്യത്തെ ജിയോ സ്റ്റുഡിയോസും രൺവീർ സിംഗും ഒക്കെ ഇറങ്ങി തിരിച്ച പിന്നെ നോ വൺ കൻ സ്റ്റോപ്പ് ദം. അപ്പോൾ എന്തായാലും കട്ട വെയിറ്റിംഗ് ഫോർ ദുരന്തർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.